ഇതിന്റെ രൂപമൊക്കെ കൊള്ളാം. അതെ, പ്രസന്റേഷൻ എപ്പോഴും പ്രസന്റേഷൻ. എനിക്ക് തോന്നുന്നു കിഷോർ എന്നുള്ള പേരെ പോയി അറിയില്ല, ചിലപ്പോൾ പലർക്കും അറിയില്ല. ഡോക്ടർ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. സത്യം. അതിനകത്ത് ശരിക്കും നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ തന്നെ ഉണ്ട്. അമ്മ തന്നെ 2-3 പ്രാവശ്യം എന്നോട് ചോദിച്ചു അതിനകത്ത് കുഞ്ഞ് ശരിക്കും കിഷോറിന്റെ ആണെന്ന്. ഇല്ലേ, അങ്ങനെ കിഷോർ കേട്ടില്ലേ? സത്യം പറയൂ. കേട്ടിട്ടില്ലെന്നല്ല, ജീവിതത്തിൽ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എവിടെ പോയാലും അക്ഷരോട് ചോദിക്കും, കിഷോർ സത്യത്തിൻ്റെ മകളാണല്ലോ. എന്നോട് ചോദിക്കും, കഴിഞ്ഞ ദിവസം മോനെ വിളിക്കാൻ വേണ്ടി സ്കൂൾ ബസ് ആ മെയിൻ റോഡിൽ വരത്തുള്ളൂ, അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട്, മോക്കേ എന്താ കടുകും മുളകൊക്കെ ഒഴിഞ്ഞിട്ട് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനോട് പറയാം, സാറിൻ്റെ അല്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എവിടെ പോയി ഇത് തന്നെയാണ് ആ കുട്ടിയും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. ഈ പറഞ്ഞത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടു, ഇതാണ് എൻ്റെ മകൻ, അതെൻ്റെ മകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആൾക്കാർ ഞാൻ പറയില്ല, കുട്ടിയുടെ പേര് അക്ഷര കിഷോർ എന്നാ. ആദ്യമൊക്കെ കിഷോർ ആങ്കർ ആയിട്ടാണോ? അല്ല, ഞാൻ ആക്ച്വലി അവസാന അസിസ്റ്റന്റ് ഡയറക്ടർ ജോസ് തോമസ് എന്ന് പറയുന്ന നമ്മുടെ മായാമോഹനിയൊക്കെ ജോസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഞാൻ ദുബായി പോയി റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, എനിക്ക് അന്ന് അതായത് താല്പര്യം, ഈ അഭിനയത്തിന് താല്പര്യമില്ല, ഡയറക്ഷനാണ് താല്പര്യം. പിന്നീട് ഞാൻ അവിടെ പോയത്, അവിടെ ഒരു റേഡിയോ മൽക്കോൺ റേഡിയോയിൽ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു പോപ്പുലർ റേഡിയോ ആണ്, ഒരു മലയാള സ്റ്റേഷനുണ്ട്, ഹിന്ദി സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഐ യൂസ് ടു എന്താ പറയുക മീറ്റ് നമ്മുടെ എല്ലാ ആക്ടേഴ്സിനും, അമിതാഭ് ബച്ചൻ മുതൽ മമ്മൂക്ക, ലാലേട്ടൊക്കെ നമ്മൾ റേഡിയോയിൽ വരും. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിനിമ നമ്മൾ സിനിമയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനെപ്പോഴും പറയും, സിനിമയിലോട്ട് കയറാനൊരു വാതിലേ ഉള്ളൂ, ഇറങ്ങിപ്പോകാൻ വാതിലില്ല. ഒരിക്കൽ കയറിയാൽ ഇറങ്ങത്തില്ല, ഇറങ്ങാൻ പറ്റില്ല. പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു എളുപ്പ വഴിയായിരുന്നു, ഇനിയും സിനിമ അഭിനയിച്ച് നോക്കിയാലോ. അപ്പോൾ ആരഭിനയിപ്പിക്കും? ഇപ്പോൾ ജോസേട്ടനോട് ചോദിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പുള്ളി ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചു, അഭിനയിക്കാൻ അറിയാമോ? ഞാൻ പറഞ്ഞു, അഭിനയിക്കാൻ അറിയാമോ എന്നെനിക്കറിയില്ല. അടുത്തൊരു ചോദ്യം, കോൺഫിഡൻസ് ഉണ്ടോ എന്നായിരുന്നു. കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് എൻ്റെ ലൈഫിൽ എല്ലാ ഏരിയയിലും കോൺഫിഡൻസ് എന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോരുന്നപ്പോഴാണ് യൂത്ത് ഫെസ്റ്റിവലൊരു പടം വന്നു. അതിലൊരു 2 ഹീറോയും ഒരു ആൻറ്റി ഹീറോ ആയിരുന്നു. അങ്ങനെ ആ പടത്തിലോട്ട് ഒരു ജോലിയൊക്കെ ലീവൊക്കെ എടുത്ത് വന്ന് അഭിനയിച്ചു. ആ സമയത്ത് ഒരു സിനിമാ സമരമൊക്കെ ഉണ്ടായി, സിനിമ മുടങ്ങി, ഞാൻ തിരിച്ചുപോയി. ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല ജോലി, പിന്നെ രാജ്യമൊക്കെ, പിന്നെ ലീവ് കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ സിനിമ ഉപേക്ഷിക്കണം. അങ്ങനെ ജോലി ഉപേക്ഷിക്കാമെന്നൊരു ധീരമായ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് റിസ്ക് എടുത്തു. പടം വന്നു. പടം കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയില്ല. അതറിയാലോ, ഒരു കൊമേഴ്ഷ്യൽ സക്സസ് എന്ന് പറയുന്ന ആക്ടറുടെ ഒരു കരിയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂവീസും അപ്പോഴത്തേക്ക് അഗൈൻ വെൻ ബാക്ക് ടു മമ്മൂക്ക, ലാലേട്ടനിലൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇവിടെ തസ്കര വരുന്നൊരു പടം മമ്മൂക്കയുടെ കൂടെ ചെയ്തു. പക്ഷേ അതുകൊണ്ട് കരിയർ വൈസ് ആയിട്ട് നമുക്കൊരു ബെനിഫിഷ്യൽ അല്ല, ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി സിനിമയാണ്. അങ്ങനെയാണ് പിന്നെ ഒരു സീരിയൽ ചെയ്യുന്നു, സീരിയൽ ഹിറ്റ് ആവുന്നു. ഇല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം, റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം സീരിയൽ ഞാൻ ആ പടം 4 സീരിയൽ ഈ ഒരു 10 ഇയേഴ്സിനിടയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് മാക്സിമം ഈ സെലക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കുന്നു. കാരണം ടെലിവിഷനിൽ ഞാൻ പറയില്ല, നമുക്ക് അറിയാലോ എല്ലാം ഒരേപോലൊക്കെയുള്ള ഒരു റെഗുലർ സ്റ്റഫ് ആയിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇതൊരു ഫീമെയിൽ ഡ്രിവൺ വേൾഡാണ്, സ്ത്രീകൾക്കാണ് ടെലിവിഷനകത്തും കാഴ്ചക്കാരിലും ഒരു പ്രാധാന്യം. അത് അത്രേ ഉള്ളൂ. കാര്യം വെച്ചാൽ വീട്ടമ്മമാർക്ക് പിന്നെ എന്നാ വീട്ടമ്മമാര് സ്ത്രീകളുടെ മാത്രമേ, പുരുഷന്മാരുടെ കഥ കണ്ടാ എന്താ കുഴപ്പം? ഞാൻ അമൃതയിൽ ദ ഓഫീസർ എന്നൊരു സീരിയൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു മെയിൽ ഓറിയന്റഡ്. ഞാനുള്ള കാര്യം ഞാൻ അങ്ങനത്തെ കണ്ടോളാം. പക്ഷെ ഈ വെടിവെക്കുന്നതും തല്ലുന്നതും ചവിട്ടുന്നതും ഒക്കെ ഞങ്ങൾക്ക് കാണണ്ട. അതിന് പകരം കുറച്ചൊരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അത് ഏട്ടനകത്തെ പടമല്ല, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വീട്ടിലായിരിക്കുന്ന അമ്മമാർക്ക് കുറച്ചുകൂടെ ഒക്കെ എന്റർടൈനിങ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം. ഇപ്പൊ കുടുംബം പോലും വെച്ച് കഴിഞ്ഞാൽ അമ്മ വഴക്കുണ്ടാക്കുന്നതും കൊച്ചിനെ തെറിപ്പിക്കുന്നതും ഒക്കെയാ കാണുന്നില്ല. ഒരു മൊത്തത്തിലൊരു നെഗറ്റീവ് അപ്രോച്ച്. സീരിയൽ കണ്ടന്റ് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ പലപ്പോഴും സീരിയലുകൾ എന്ന് പറഞ്ഞാൽ ഉടനെ പൊങ്കാലയാ, മറ്റേ ഫേസ്ബുക്കിനകത്തുള്ള സീരിയലിനെ തെറി വിളിച്ചുകൊണ്ട് പൊങ്കാലയാ. ഇതിൽ ഒരു വിഷയമുള്ളത്, നമ്മളിത് കണ്ടന്റ് മോശമാണ്. ഇപ്പം ഞാൻ കണ്ടന്റിൽ എനിക്കും എതിരഭിപ്രായമുണ്ട്. ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി ഒരുപാട് മാറേണ്ടിയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് മാറുന്നില്ല? എനിക്കറിയാം, ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകർ ഈ ടെലിവിഷൻ റേറ്റിംഗ് സംഗതി വ്യാഴാഴ്ച വരും. ഈ റേറ്റിംഗ് അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ ടെലിവിഷൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരസ്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് മോശമായൊരു കാര്യമാണെങ്കിൽ നിങ്ങളത് കാണാതിരിക്കുക. നിങ്ങളത് കാണാതിരുന്നാൽ ആ ആഴ്ചത്തെ റേറ്റിംഗ് വരുമ്പോൾ അവിടെ ഇന്ന സീൻ അല്ലെങ്കിൽ ഇന്ന അമ്മായിമ്മ പോലും ഏറ്റില്ല എന്നിവർക്ക് മനസ്സിലാക്കി അവർ തിരുത്താൻ തയ്യാറാകും. അതുപോലെ തന്നെ സീരിയലിലുള്ള കണ്ടൻറ്റ് മോശമാണെങ്കിൽ എൻ്റെ മകനോ എൻ്റെ ഭാര്യയോ അത് കാണുന്നത്
നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കാനുള്ളൊരു തിരിച്ചറിവ് പ്രേക്ഷകനുണ്ടായാൽ മാത്രമേ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ സീരിയൽ കാണിക്കുന്ന മുഴുവൻ കണ്ടോണ്ടിരുന്നിട്ട് അയ്യോ ഇതെന്താ ചോദിക്കരുത്. ഇതുവരെ അഭിനയിച്ചാൽ ഏറ്റവും ബിഗ് സ്ക്രീൻ ഓർ സ്മോൾ സ്ക്രീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഞാൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിറ്റി ഓഫ് ഗോഡിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് റീമേ ഞാനുമായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിച്ചു. അതൊരു ട്രയോളജി ഫിലിമായിരുന്നു. 3 ഫാമിലിയുടെ കഥ. അപ്പോൾ ഒരു ഫാമിലി ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു. അതിൽ ഞാൻ മെഹബൂബ് എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വളരെ ചാലഞ്ചിങ്. ഇപ്പം എന്നെ ഒരാൾ കണ്ടാൽ ഞാൻ ഈ ഡോക്ടർ ബാലേന്ദ്രൻ ലുക്ക് വരെ ആയിരിക്കാം മീശയൊക്കെ പിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പോയി ഡോക്ടർ പോന്നു. അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ ഒരു ഡയറക്ടർ കൺസീവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നല്ലൊരു ഭർത്താവ്, അല്ലൊരു എന്താ പറയുക, ഒരു IAS-കാരൻ, അങ്ങനെയുള്ളൊരു മാന്യനായ ഒരാളായിട്ട് എൻ്റെ രൂപത്തിനുള്ള കഥാപാത്രങ്ങൾ പെട്ടെന്ന് കൺസീവ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഇയാൾ സ്വന്തം ഭാര്യയെ അവരെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന അത്രയും മോശപ്പെട്ടൊരു ക്യാരക്ടർ. അപ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ ആരും അത്തരം ഒരു കഥാപാത്രം എനിക്ക് തന്നിട്ടില്ല. അപ്പം അത് ലിജോ മാത്രമേ അതൊരു ചാലഞ്ചാണ്. ഒരു ഡയറക്ടർ ആക്ടർക്ക് തരുന്നൊരു ചാലഞ്ചാണ്. പല ഡയറക്ടേഴ്സും ആ ചാലഞ്ച് എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ച് എടുത്ത ഡയറക്ടറായിരുന്നു ലിജോ. അതുപോലെ നമുക്ക് ആ ക്യാരക്ടർ എനിക്ക് ഒത്തിരി സിനിമ കൊമേഴ്ഷ്യലി ഒരു ഫെയിലിയറാണ്, പക്ഷേ വളരെ നല്ല അപ്രീസിയേഷൻ ആ ക്യാരക്ടറിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അജു ഞാൻ സുഹൃത്തുക്കൾ, അജുവിന് നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചു അല്ലാത്ത പരിചയത്തിൽ അജു ഈ കഥാപാത്രം കണ്ടിട്ടുള്ളൊരു ഇഷ്ടത്തിലൂടെയുള്ള സൗഹൃദം. അപ്പോൾ അത് എനിക്ക് ചെയ്തതിലേക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്, കാരണം അത് ഇതുകൊണ്ടാണ്. കാരണം നമ്മളെ യൂഷ്വലി ചിന്തിക്കാത്ത ഒരു ക്യാരക്ടർ ഒരാൾ ഏൽപ്പിച്ചത് ചെയ്തതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ.